പത്തരമാറ്റ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ദേവേനി ചന്തുമോൾക്ക് കൃഷ്ണൻ്റെയും ഹംസൻ്റെയും കഥ അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നവ്യയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തന്നെ ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കുഞ്ഞിനെ കാണുന്ന സമയത്തിന് അയ്യോ അനന്തപുരിയിലെ ഉണ്ണിക്കണ്ണൻ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവേനി കുഞ്ഞിനെ കൊഞ്ചിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ദേവേൻ്റെ മടിയിൽ ആ ഒരു കുഞ്ഞിരിക്കുന്നതും കണ്ടുകൊണ്ട് തന്നെ ചന്തുമോൾ ആ ഒരു കുഞ്ഞിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ടായിരിക്കട്ടെ നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. നവ്യക്കത് കാണുന്ന സമയത്തിന് ഒട്ടും തന്നെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നവ്യ വന്ന് പറഞ്ഞിട്ട് വല്യമ്മ കുഞ്ഞിനെ എടുക്കുന്നതും കളിപ്പിക്കുന്നതൊക്കെ എനിക്ക് ഒത്തിരിയധികം ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. കുഞ്ഞിനെ എടുത്തില്ലെങ്കിൽ മാത്രമേ എനിക്ക് പരാതിയുള്ളൂ. പക്ഷേ എൻ്റെ മോനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവളെ കൂടെ കളിപ്പിക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാണ് നവ്യ. എന്നിട്ട് പെട്ടെന്ന് തന്നെ നവ്യ വന്നിട്ട് കുഞ്ഞിനെ അങ്ങ് ഒക്കത്ത് വെച്ച് കൊടുത്തിട്ട് ജലജയോട് ചോദിക്കുന്നതിന് അമ്മ എന്തിനാ ഇവളിരിക്കുന്നിടത്തേക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നത് എന്ന് ചോദിക്കും. അന്നേരം ജലജ പറഞ്ഞിട്ട് അയ്യോ ഞാൻ ഇങ്ങോട്ടേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിൻ്റെ അമ്മായി ഒരിക്കലും നമ്മുടെ കുഞ്ഞിനെ എടുക്കാറൊന്നുമില്ലല്ലോ, അവർക്ക് എപ്പോഴും ചന്തുമോളെ കളിപ്പിക്കാനല്ലേ സമയമുള്ളൂ, അതുകൊണ്ട് ഞാൻ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് മടിയിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തതാണെന്ന് പറയും. അപ്പം നവ്യ പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ ഇഷ്ടമുള്ളവർ അവിടെ വന്നിട്ട് വേണമെങ്കിൽ എടുത്തോളും, അല്ലാതെ അവരുടെ മടിയിൽ ഇവിടെ വന്ന് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കുഞ്ഞിനുമായിട്ടും അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. നവ്യ പോയതിനു ശേഷം ജലജ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്, നവ്യയുടെ സ്വഭാവം ഇങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ എടുത്തു ചാടി അങ്ങ് പറയുമെന്നൊക്കെ പറയും. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട് നവ്യയുടെ സ്വഭാവമൊക്കെ എന്താണെന്ന് എനിക്കറിയാം, അതെന്താ നിയന്ത്രിക്കാനൊന്നും നിന്നെ കൊണ്ട് പറ്റത്തില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ജലജ പറഞ്ഞിട്ട് എന്തിനാ നിയന്ത്രിക്കുന്നത്, അവൾ പറയുന്നതിലും കാര്യമില്ലേ, അവളുടെ സ്വന്തം അനിയത്തിയുടെ കുഞ്ഞൊന്നും അല്ലല്ലോ എന്ന് പറയും. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട് ആര് പറഞ്ഞു ഇത് നയനയുടെ കുഞ്ഞല്ലെന്ന്, ഇത് ആദർശിൻ്റെ നയനയുടെ കുഞ്ഞ് തന്നെയാണ്, അതുപോലെ തന്നെ ഇവളെൻ്റെ പേരക്കുട്ടിയും കൂടിയാണ്, അതിന് യാതൊരു മാറ്റവുമില്ല എന്നിങ്ങനെ തറപ്പിച്ച് പറയും. അപ്പോൾ ജലജ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ പറ്റുള്ളൂ, ആദർശധീരനായ സ്വന്തം മോൻ ചെയ്ത തെറ്റിൻ്റെ ഫലമല്ലേ ഇത് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോഴേക്കും ദേവേനിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ദേവേനി പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്, എല്ലാം ഞാനങ്ങ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരിക്കലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. അന്നേരം ജലജ പറഞ്ഞിട്ട് എനിക്കറിയാം എല്ലാതും, നല്ല ചളിപ്പുണ്ട് ഏട്ടത്തിക്ക്, അത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടത്തി എപ്പോഴും എൻ്റെ മോനെയും കുറ്റപ്പെടുത്തുന്നത്, അല്ലാതെ നിങ്ങൾ ഈ പറയുന്നതൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ എനിക്കറിയാവുന്നതാണെന്ന് പറയും. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട് ഇവിടെ നന്മയുള്ള കുറച്ച് മനുഷ്യരുള്ളത് കൊണ്ട് മാത്രമാണ് അവർ പലതും മനസ്സിൽ അടക്കി പിടിച്ച് നടക്കുന്നത്, അതെല്ലാം അവരങ്ങ് പുറത്തേക്ക് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്കും നിൻ്റെ മോനും ഒരിക്കലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത്, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നും പറയും. അപ്പോൾ ജലജ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് അവർക്ക് ഏതായാലും നല്ല വിഷമമുണ്ട്, അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ എൻ്റെ തലയിൽ കയറുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ജലജ ഏതായാലും അവിടെ നിന്നും എഴുന്നേറ്റ് പോകും. ജലജ പോയതിനു ശേഷം ദേവേനി ഇങ്ങനെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോൾ ഇതൊരിക്കലും കാര്യമാക്കണ്ട, ഇങ്ങനെ കുറേ ആൾക്കാർ പലതും പറഞ്ഞിട്ട് നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കാൻ നോക്കും, ഇതൊന്നും മോള് കാര്യമാക്കണ്ടാട്ടോ എന്നൊക്കെ ഇങ്ങനെ ചന്തുമോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ജലജ അവിടെ നിന്ന് നേരെ പോകുന്നത് നവ്യയുടെ അടുത്തേക്കായിരിക്കും. എന്നിട്ട് നവ്യയുടെ മനസ്സിൽ വീണ്ടും ഇങ്ങനെ വിഷം കുത്തി നിറക്കാണ്. ജലജ വന്ന് പറഞ്ഞിട്ട് എൻ്റെ മോളെ എനിക്കത് കണ്ടപ്പോഴേ ആകെ ദേഷ്യം വന്നതാ, പിന്നിപ്പോൾ എന്ത് ചെയ്യാനാ, അവർക്കൊന്നും നമ്മുടെ കുഞ്ഞിനെ വേണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചുമ്മാ ഈ കുഞ്ഞിനെ എടുത്തിട്ട് അവരുടെ കയ്യിൽ കൊടുത്തതേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്തിന് നവ്യ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ, ഇനിയിപ്പോൾ അവരാരും എൻ്റെ കുഞ്ഞിനെ നോക്കിയില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, അബിക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ വളർത്താവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്തിന് ജലജ പറയുന്നുണ്ട് അവൻക്ക് അങ്ങനെ ഒരു ബ്രാഞ്ച് കൊടുത്തു എന്ന് പറയുന്നത് അത് പേരിന് മാത്രമാണ്, അവിടെയും അവനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വേറൊരു മാനേജറെ വെച്ചിട്ടുണ്ട്, ഇതൊക്കെ അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, അബിക്കൊരു കഴിവുമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോഴേക്കും നവ്യക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ നവ്യ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, ഇവിടെ നിൽക്കണ്ടായിരുന്നു, ഇവിടെ ഇന്നും എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാമായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ ജലജ പറഞ്ഞിട്ട് എൻ്റെ പൊന്നു നവ്യ നീ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കരുത്, നീ എങ്ങാനും ഇവിടെ നിന്നും ഇറങ്ങി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ അധികാരം പലവരും ഏറ്റുവാങ്ങിക്കും, അതിനു വേണ്ടി തന്നെയാണ് നിൻ്റെ അനിയത്തി എന്ന് പറയുന്ന അവളും കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇവിടെ എന്നും നിലനിൽക്കേണ്ടത് നീയും അനാമിക മോളുമാണ്, പിന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവേണ്ടത് ആദർശിൻ്റെ മോളും, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യാൻ നോക്കുന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നവ്യയും പറഞ്ഞിട്ട് അതേ അമ്മേ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറയും. അപ്പോൾ ജലജ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടി ചെയ്യേണ്ടത് കുടുംബത്തിൽ കലഹമുണ്ടാക്കുക എന്ന് തന്നെയാണ്, അങ്ങനെ സഹി കെട്ടിക്കഴിയുമ്പോൾ ആദർശ് ഏതായാലും അവൻ്റെ മോളെ കൂട്ടിയിട്ട് ഇവിടെ നിന്നങ്ങ് പോയിക്കോളും എന്ന് പറയുന്ന സമയത്തിൽ നവ്യ പറഞ്ഞിട്ട് അതൊന്നും നടക്കില്ല അമ്മേ, കാരണം ഈ വീടും ഇവിടുത്തെ ജ്വല്ലറികളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ആദർശേട്ടനല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് അതൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ജലജ പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാവും, കുടുംബത്തിൽ സ്വൈരമുണ്ടെങ്കിലല്ലേ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുള്ളൂ, അതല്ലാതെ കുടുംബത്തിൽ സ്വൈരക്കേടുണ്ടാകുന്ന സമയത്തിന് സ്വത്തെല്ലാം തന്നെ ഭാഗം വയ്ക്കും, അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഷെയർ കിട്ടിയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ജലജ. എങ്ങനെയെങ്കിലും അനന്തപുരി തറവാട്ടിൽ നവ്യനെ കൊണ്ട് പ്രശ്നമുണ്ടാക്കിപ്പിച്ചു കൊടുത്തിന് സ്വന്തം ഭാഗം വെക്കുന്നതിനെ പറ്റിയിട്ട് നവ്യ സംസാരിച്ചോളുമെന്നൊക്കെ ചിന്തിച്ച് ആശ്വാസത്തോടു കൂടി തന്നെ ജലജ അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് കാണിക്കുന്ന നന്ദു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ നന്ദുവിനെ കാത്തുകൊണ്ടതിന് ആനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദുവിൻ്റെ വണ്ടി അവിടെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ ആനി.
അനിയെ കാണുന്ന സമയത്തിന് വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് തന്നെ നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ അനി നീ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് അനി പറഞ്ഞിട്ട്, നീ ഇപ്പോൾ SI അല്ലേ, നിന്റെ കൃത്യനിർവഹണത്തിന് ഞാൻ തടസ്സമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് നീ എന്നെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയും. അപ്പോൾ നന്ദു പറഞ്ഞിട്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും നിയമം പോലെ ചെയ്യുള്ളൂ എന്നുള്ള കാര്യം നിനക്കറിയാലോ, പക്ഷേ നിന്റെ കാര്യത്തിൽ എനിക്കൊരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കാതെ എന്നെ തടസ്സമുണ്ടാക്കാതെ നീ എവിടെ നിന്നും മാറി നിൽക്കാരി എന്നൊക്കെ പറയും. ഈ അടുത്ത് എവിടെയെങ്കിലും നിന്നെ പോസ്റ്റിംഗ് കിട്ടണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, പക്ഷേ ഇപ്പോൾ തോന്നുക എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. എന്നാൽ പിന്നെ നീ ഇങ്ങനെ നിന്നിട്ട് എന്നെ ശല്യം ചെയ്യില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ അനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല നന്ദു, നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ പുറകെ തന്നെ കാണും, അതിന് യാതൊരു മാറ്റവുമില്ല എന്ന് പറയും. അല്ല അനി, നിനക്ക് ഇതൊന്നും നിർത്താൻ ഉദ്ദേശമില്ല എന്ന് ചോദിക്കുന്ന സമയത്തിന് അനി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ എൻ്റെ കല്യാണത്തിന് മുൻപും അതിനുശേഷം ഒരൊറ്റ പെൺകുട്ടിയെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ആ പെൺകുട്ടിയുടെ പുറകെ തന്നെ ഞാൻ ഇനിയും നടക്കും. അതിപ്പോൾ നിനക്കൊരു ശല്യമായിട്ട് തോന്നിയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നന്ദു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അനി നീ ഇപ്പോൾ ഈ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്, നീ വിവാഹം കഴിച്ചൊരു പയ്യനാണെന്ന കാര്യം നീ മറന്നു പോവരുത്. അപ്പോൾ അനി പറഞ്ഞിട്ട്, ഞാൻ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് മാത്രമേ ശരിയുള്ളൂ, അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു വിവാഹ ജീവിതം തുടങ്ങിയിട്ടൊന്നുമില്ല. അവൾക്ക് ഏതായാലും എന്നെ ഇഷ്ടമല്ല, കണ്ട ചെറുപ്പക്കാരുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന അവളെ എൻ്റെ തലയിൽ കയറ്റി വെക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അവളും അവളുടെ കുടുംബക്കാരൊക്കെ മൊത്തം ഫ്രോഡാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നീ ഒരു SI അല്ലേ, നിൻ്റെ സ്റ്റേഷൻ പരിധിയിലാണല്ലോ അവരുടെ വീടൊക്കെ. നീ തന്നെ ഒന്ന് അന്വേഷിച്ചു നോക്ക് അയാളുടെ കുറിച്ച്. അപ്പോൾ പിന്നെ നിനക്ക് തന്നെ മനസ്സിലായിരിക്കും അയാളൊരു പക്കാ ഫ്രോഡാണെന്ന്. ശരിക്കും അവളും അവളുടെ വീട്ടുകാരെല്ലാവരും ചേർന്നിട്ട് ഞങ്ങളെ പറ്റിക്കുമായിരുന്നു എന്നിങ്ങനെ പറയുന്ന സമയത്തിന് നന്ദു പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവളിപ്പോൾ നിൻ്റെ ഭാര്യയാണ്, ആ കാര്യം നീ മറന്നു പോവരുത്, നിന്നെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എല്ലാവരും എന്നോട് പറയും. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് അനി നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ ചോദിക്കാട്ടോ നന്ദു. അപ്പോൾ അനി പറഞ്ഞിട്ട്, നീ ഏതായാലും ഇനി എന്നെ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും വരണ്ട, എനിക്കിപ്പോൾ തന്നെ 3 ബ്രാഞ്ചിൻ്റെ ചുമതലയുണ്ട്, അവിടെ പോയിട്ട് ജോലി എടുത്തൂടെ എന്നല്ലേ നീ പറഞ്ഞു വരാൻ പോകുന്നത്. അതൊന്നും ഇനി ഒരിക്കലും നോക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അവിടേക്ക് വേറെ മാനേജർമാരെ ആദർശേട്ടൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ഇനി ആദർശേട്ടൻ എന്നെ ഇറക്കി വിട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒരു കമ്പനിയിൽ അബിക്ക് കൊടുത്തതുപോലെ ഒരു ചെറിയ ജോലി തന്നാൽ മതി എനിക്ക്, അത് തന്നെ എനിക്ക് ധാരാളമാണ്. പിന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും പട്ടിണി കിടക്കാനൊന്നും പോകുന്നില്ലല്ലോ ഞാൻ, എൻ്റെ ആവശ്യത്തിലുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിൽ കാണും, അത് മതി എന്നൊക്കെ പറയും. അന്നേരം വീണ്ടും വീണ്ടും നന്ദു ഇങ്ങനെ അനിയെ ഉപദേശിക്കുന്ന സമയത്ത് തന്നെ അനി പറയുന്നുണ്ട്, നീ എന്നെ ഇങ്ങനെ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല, അവളും അവളുടെ വീട്ടുകാരൊക്കെ പക്ക ഫ്രോഡാണെന്നുള്ള കാര്യം നിനക്കറിയാലോ, അതുകൊണ്ടല്ലേ നീ അവളുടെ വീട്ടിൽ കയറിയിട്ട് അവളുടെ അച്ഛനെയും അമ്മയും തല്ലിയത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നന്ദു പറഞ്ഞിട്ട്, അങ്ങനെ ഞാൻ അവരെ തല്ലിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പുറകിൽ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. ഞാൻ ഒരിക്കലും SI ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ട്രെയിനറെ കൊണ്ട് എനിക്ക് അത്രമാത്രം ദ്രോഹങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത് അവർ രണ്ടുപേരുമാണ്. അവർ രണ്ടുപേരും അതിനെപ്പറ്റി സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അതിനുള്ളതാണ് ഞാൻ കൊടുത്തത് എന്ന് പറയും. എന്നിട്ട് പറഞ്ഞിട്ട്, ഞാനാണ് ഇവിടുത്തെ SI ആയിട്ട് ചാർജ് എടുത്തത് എന്ന കാര്യമൊന്നും അവരറിയാതെ കംപ്ലൈൻറ്റ് തരാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നു എന്ന് പറയുന്നത് കേൾക്കുന്ന സമയത്തിന് എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന്, ഞാനാണ് ഇവിടുത്തെ SI എന്നറിഞ്ഞതോടുകൂടി തന്നെ പരാതി പിൻവലിച്ചുകൊണ്ട് തന്നെ അവരവിടെ നിന്നും പോയി എന്ന് പറയാട്ടോ നന്ദു. അപ്പോൾ അനി പറഞ്ഞിട്ട്, അതേതായാലും നന്നായി, എനിക്ക് ഒത്തിരിയധികം സന്തോഷമായി എന്ന് പറയുന്ന സമയത്തിന് നന്ദു പറഞ്ഞിട്ട്, എനിക്കത് അത്ര സന്തോഷമുള്ള കാര്യമൊന്നുമല്ല. എന്നിട്ട് അനി പറഞ്ഞിട്ട്, ഇനി എന്നെ ഇടയ്ക്കൊക്കെ നീ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണും, അതുപോലെ തന്നെ ഞാൻ ഫോൺ ചെയ്യുന്ന സമയത്ത് നീ കോൾ അറ്റൻഡ് ചെയ്യണം, അതുപോലെ എനിക്ക് നിന്നെ കാണണമെന്ന് പറയുമ്പോൾ കാണണം. ഇതൊന്നും നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നിന്നെ ശല്യം ചെയ്തുകൊണ്ട് നിൻ്റെ പുറകെ തന്നെ ഞാൻ കാണും. നിനക്ക് വേണമെങ്കിൽ എന്നെ പിടിച്ച് ജയിലിലോ സ്റ്റേഷനിലാക്കോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തോ, നീ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ അനി അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അങ്ങനെ നന്ദു ഏതായാലും ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വണ്ടി എടുത്ത് അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്തിന് അനി ആവട്ടെ നന്ദുവിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. അനിയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നന്ദു ഏതായാലും ഒരു ചെറു പുഞ്ചിരിയോട് കൂടെ ആയിരിക്കട്ടോ അനിയെ തന്നെ ഇങ്ങനെ കണ്ണാടിയിലൂടെ നോക്കിയിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്ന നന്ദുവിൻ്റെ വീട്ടിലേതായാലും ഇന്ന് വലിയൊരു പാർട്ടി നടക്കില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും കനകദുർഗ. നന്ദു വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മ ഏതായാലും പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട, ഞാനൊരാളും കൂടി ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ കനകദുർഗ പറഞ്ഞിട്ട്, അതൊന്നും കുഴപ്പമില്ല, ഒരുപാട് ആൾക്കാരൊന്നുമില്ലല്ലോ, നിൻ്റെ ചേച്ചിമാരും അവരുടെ ഭർത്താക്കന്മാരും മാത്രമല്ലേ ഉള്ളൂ, അവർക്ക് ഞാൻ ഇതിനു മുൻപ് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരിക്കലും എനിക്കൊരു ബുദ്ധിമുട്ടല്ല എന്നൊക്കെ പറയും. നന്ദു പറഞ്ഞിട്ട്, ഞാനൊരു ഏതെങ്കിലും ഹോട്ടലിൽ വെച്ചിട്ട് പാർട്ടി നടത്താതെ ഇവിടെ വീട്ടിൽ തന്നെ ആക്കിയത് അവർക്ക് നല്ല ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് തന്നെ കുറച്ചൊന്നും പോരാ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിഭവങ്ങൾ വേണമെന്നൊക്കെ പറയട്ടെ നന്ദു. അപ്പോൾ കനകദുർഗ പറഞ്ഞിട്ട്, എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നീ ഇങ്ങ് പറഞ്ഞാൽ മതി, അതെല്ലാം തന്നെ ഞാൻ ഉണ്ടാക്കി തന്നോളാമെന്ന് പറയാനേ. എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് കനകദുർഗ പറഞ്ഞിട്ട്, എന്നാലും ഓർത്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ്, ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണെന്ന് പറയുന്ന സമയത്തിന് നന്ദു പറഞ്ഞിട്ട്, ആദർശേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ആദർശേട്ടൻ്റെ ഭാര്യ അമ്മയുടെ മോളായ നയനയാണ്, അങ്ങനെയുള്ള ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ മാത്രം ഇത് എന്തിനാ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് എന്നും ചോദിക്കാട്ടോ നന്ദു. എന്നിട്ട് ചോദിക്കുന്നത്, അമ്മേ ആദർശേട്ടൻ യാതൊരു തെറ്റും ചെയ്യാത്തത് കൊണ്ട് മാത്രമല്ലേ മൂർത്തി മുത്തശ്ശൻ ഇതിനെല്ലാം തന്നെ കൂട്ടി നിൽക്കുന്നത്,
ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിനെ ദത്തെടുക്കുകയും ആദർശേട്ടനെ കൂടെ ചേർത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് ആദർശേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന കാര്യം മുത്തശ്ശൻ അറിയാവുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പം കനകദുർഗ പറഞ്ഞിട്ട് അതുകൊണ്ടൊന്നുമില്ല, ആ കുടുംബത്തിൻ്റെ മാനം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് മൂർത്തി മുത്തശ്ശൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതെങ്ങാനും പുറത്തായിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ നാണം കെട്ട് നാറാൻ പോകുന്നത് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് അവരിങ്ങനെ ആദർശിനെ ചേർത്ത് നിർത്തുന്നത് എന്നൊക്കെ പറയാട്ടോ കനകം. അപ്പോഴും നന്ദു അതിനെ എതിർത്തുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് അതൊന്നുമല്ലമ്മേ, അങ്ങനെയൊന്നുമല്ല എന്ന് പറയുന്ന സമയത്തിന് കനകദുർഗ പറയുന്നുണ്ട് മോളിപ്പോൾ ഒരു പോലീസല്ലേ, ഇതിൻ്റെ പുറകിൽ എന്താണ് നടന്നതെന്നുള്ള കാര്യം നിനക്കൊന്ന് കണ്ടുപിടിക്കാമോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദു പറഞ്ഞിട്ട് അമ്മേ, ആദർശേട്ടന് ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള ചീൾ കേസിൻ്റെ പുറകെ നടക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. അമ്മ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദു അവിടെ നിന്നും പോരുകയാണ്. കനകദുർഗ നന്ദുവിനോട് പറഞ്ഞിട്ട് ഈ പാർട്ടിക്ക് ഒരിക്കലും ആദർശ് വരണ്ടായിരുന്നു. ആദർശിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങൾക്കൊരിക്കലും ചിരിക്കാൻ പോലും പറ്റില്ല. അപ്പോഴും നന്ദു പറഞ്ഞിട്ട് അമ്മ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്, ആദർശേട്ടന് ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അമ്മ ചിരിച്ചില്ലെങ്കിലും വേണ്ടില്ല, വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുത്തി നോവിക്കാതിരുന്നാൽ മാത്രം മതി. അവരേതായാലും ഇങ്ങോട്ടേക്ക് വന്നാൽ സന്തോഷത്തോടു കൂടി വേണം അവരെ തിരിച്ച് പറഞ്ഞു വിടാനെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കനകത്തിനെ. പിന്നീട് കാണിക്കുന്ന നവ്യായിരിക്കും. നവ്യ ഏതായാലും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് അബി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഏതായാലും പാർട്ടിക്ക് പോകുന്ന സമയത്തിന് നവ്യയുടെ മനസ്സിൽ പരമാവധി വിഷം കുത്തി നിറച്ചു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി സമയത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊള്ളില്ല നവ്യ എന്നൊക്കെ ആയിരിക്കട്ടെ അബി ചിന്തിക്കുന്നത്. അബി വന്നിട്ട് ഇങ്ങനെ നവ്യോട് പറഞ്ഞിട്ട് നവ്യ, എനിക്ക് പേരിന് മാത്രം അവരൊരു ബ്രാഞ്ച് തന്നേ ഉള്ളൂ, പക്ഷേ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും അവിടുത്തെ അധികാരങ്ങൾക്കൊക്കെ ഇല്ലാൻ വേണ്ടിയിട്ട് അവർ മറ്റൊരു മാനേജറെ വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ആ ആദർശിൻ്റെ കുരുട്ടുബുദ്ധിയാണ്. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ ബ്രാഞ്ച് എങ്ങാനും വളർത്തിക്കൊണ്ടുവന്നാൽ പോലും അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആ ഒരു മാനേജർക്കേ പോവുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് മറ്റ് ബ്രാഞ്ചുകളൊന്നും തരേണ്ടി വരില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു ഓളത്തിൽ തന്നെ അങ്ങ് ഒതുങ്ങിക്കൂടും. ആദർശിൻ്റേതൊരു കുറുക്കൻ്റെ ബുദ്ധിയാണ്, അതുകൊണ്ട് എന്നെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി തന്നെയാണ് അവൻ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ അബി. അബിയുടെ വാക്കെല്ലാം വിശ്വസിച്ചുകൊണ്ട് തന്നെ നവ്യക്ക് ദേഷ്യം വരണം. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ എന്നല്ലോ ഈ ആദർശേട്ടൻ എന്നൊക്കെ ചോദിക്കാണ്. അപ്പോൾ അബി പറഞ്ഞിട്ട് പണ്ട് തൊട്ടേ അവനൊരു കുറുക്കനാണ്, അവനെ ഞാൻ മനസ്സിലാക്കി അത്രത്തോളം വേറെ ആരും തന്നെ അവനെ മനസ്സിലാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മളായിട്ട് അങ്ങോട്ടേക്ക് ആ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകണമെന്നിങ്ങനെ അബി ചോദിക്കുന്ന സമയത്തിന് നവ്യ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് പോകണം, എൻ്റെ അനിയത്തി അറേഞ്ച് ചെയ്യുന്ന പാർട്ടിയാണത്, അവിടെ പോയി നോർത്തിട്ട് എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല, അബി പോയിട്ട് റെഡി ആയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അബി അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാണ് നവ്യ. അപ്പോഴും അബി പറഞ്ഞിട്ട് എന്നാലും ഏതെങ്കിലും ഹോട്ടൽ വെച്ച് നടത്തിയാൽ മതിയായിരുന്നു, വീട്ടിൽ വെച്ച് വേണ്ടായിരുന്നു എന്ന് തന്നെ പറയുന്ന സമയത്ത് തന്നെ നവ്യ പറഞ്ഞിട്ട് ഏതായാലും അത് വീട്ടിൽ വെച്ച് നടത്തിയത് നന്നായി. വീട്ടിൽ വെച്ച് പാർട്ടി നടത്തുന്ന സമയത്തിന് അവരെ വെച്ച് കൊടുത്തിട്ട് അച്ഛനോടും അമ്മയോടും എന്തെങ്കിലുമൊക്കെ പറയാലോ, നീ ഏതായാലും പെട്ടെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് അബി അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിടാണ്. അതിന് മുൻപേ തന്നെ അബി എങ്ങനെ സോപ്പിട്ട് നോക്കിയുണ്ട് കേട്ടോ നവ്യ. എടാ, നീ ഈ കാണിക്കുന്ന ആത്മാർത്ഥതക്കും നീ ഈ കാണിക്കുന്ന സത്യസന്ധതക്കും ദൈവം നിനക്ക് നല്ലൊരു ഫലം തന്നെ തരുമെന്ന് പറയുന്ന സമയത്തിന് ഭയങ്കര സന്തോഷമാവും കേട്ടോ അബിക്ക്. അബി ഏതായാലും നവ്യയുടെ കൈയൊക്കെ പിടിച്ചിട്ട് ഒരു മുത്തൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ പാവം തൻ്റെ ഭർത്താവ് അബി എന്നൊക്കെ ചിന്തിച്ച് നവ്യ എങ്ങനെ നിൽക്കുന്ന സമയത്തിന് അബി അവിടെ നിന്ന് പോരുന്ന സമയത്ത് പോലും ചിന്തിക്കുന്നത് താൻ വിചാരിച്ചതുപോലെ തൻ്റെ പ്ലാനുകളെല്ലാം വർക്കൗട്ട് ആക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.